കായംകുളം പത്തിയൂർ പഞ്ചായത്തിലെ 12ാം വാർഡായ എരുവ പിടിച്ചെടുത്ത് കോൺഗ്രസ്. സ്ഥാനാർത്ഥി ദീപക് എരുവ 575 വോട്ടിനാണ് വിജയിച്ചത്. ഇവിടെ CPM സ്ഥാനാർത്ഥി CS ശിവശങ്കരപിള്ള 476 വോട്ടോടെ രണ്ടാമതെത്തി. കഴിഞ്ഞ തവണ CPMന്റെ ജയകുമാരി വിജയിച്ച വാർഡാണിത്. ജയകുമാരിയുടെ വിയോഗത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞത്. CPM വിട്ട് BJPയിലേക്ക് പോയ ബിപിൻ സി ബാബുവിന്റെ വീട് ഉൾപ്പെടുന്ന വാർഡാണ് പത്തിയൂർ. 19 വാർഡുള്ള പഞ്ചായത്തിൽ LDF 14, NDA 4, UDF 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ തവണയും ദീപക് എരുവ മത്സരരംഗത്തുണ്ടായിരുന്നു. അന്ന് 477 വോട്ടാണ് ദീപകിന് ലഭിച്ചത്. കഴിഞ്ഞ തവണ വെറും 54 വോട്ടിനായിരുന്നു കോൺഗ്രസിന് വാർഡ് നഷ്ടമായത്. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിലൂടെ വാർഡ് പിടിച്ചെടുത്ത സന്തോഷത്തിലാണ് കോൺഗ്രസ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ച് BJP മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM വിട്ട് ആലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ബിപിൻ സി ബാബു BJPയിൽ ചേക്കേറിയത്. എന്നാൽ ഇവിടെ BJPക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. അതേസമയം നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയവും UDFന് ആഹ്ലാദം പകരുകയാണ്. വനിതാ സ്ഥാനാർത്ഥിയായിരുന്ന P. വിനുവാണ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് പിടിച്ചെടുത്തത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ P. വിനു 115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സീറ്റ് സ്വന്തമാക്കിയത്. തുടർച്ചയായി LDF വിജയിച്ചു വന്ന വാർഡാണിത്. കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. വോട്ടർമാരോട് വളരെയധികം നന്ദിയുണ്ടെന്ന് P. വിനു പ്രതികരിച്ചു. എല്ലാവരോടും സ്നേഹമുണ്ടെന്നും അവർ പറഞ്ഞു. നാട്ടുകാരിൽ നിന്നും അകന്നു നിന്നിട്ടില്ലെന്നും വോട്ടർമാരോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ 11 ജില്ലകളിലെ 31 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തുവരുന്നത്. ഡിസംബർ 10-നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 31 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 61.87% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 44,262 പുരുഷന്മാരും 49,191 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറും അടക്കം 93,454 പേർ വോട്ട് രേഖപ്പെടുത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരുന്നു. ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡ്, 11 ജില്ലകളിലെ 4 ബ്ലോക്ക് വാർഡ്, 3 മുനിസിപ്പാലിറ്റി വാർഡ്, 23 ഗ്രാമപഞ്ചായത്ത് വാർഡ് എന്നിവിടങ്ങളിലായിരുന്നു ഡിസംബർ 10-ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. എന്തായാലും വാശിയേറിയ പോരാട്ടമായിരുന്നു നടന്നത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ BJP മുന്നിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും LDF താഴെ പോകുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. LDF തുടർച്ചയായി വിജയിച്ചു വന്ന പല വാർഡുകളും ഇപ്പോൾ കോൺഗ്രസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും നന്ദിയുണ്ടെന്ന് P. വിനു പ്രതികരിച്ചിരിക്കുന്നത്. നാട്ടുകാരിൽ നിന്ന് വളരെയധികം സ്നേഹം ലഭിച്ചു ഈ വോട്ടിങ്ങിലൂടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്തെ 13 ജില്ലകളിലെ 31 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിന്റെ ഫലമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.